ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യൻ സുശീലയോട് പറയണേ, ഏട്ടനെയും ഏട്ടത്തെയും പിരിക്കാൻ കാരണം തന്നെ അമ്മയാണ്. ഏട്ടന് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് അമ്മയാണ്. ഇക്കാര്യം ഞാൻ ചോദ്യം ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാണ് ഈ വീട്ടിൽ ചോദ്യം ചെയ്യാനുള്ളത് എന്ന് പ്രതിഭയോട് പറയണേ. അപ്പോൾ സുശീലയ്ക്ക് സത്യം പറയുന്ന ആ വാക്കുകൾ കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ നിൽക്കണ്ട, വിളിച്ചോണ്ടി പോടി ഇവനെ എന്ന് പറയട്ടോ പ്രതിഭയോട്. അപ്പോൾ പ്രതിഭ പറയണ, വാ സത്യേട്ടാ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയട്ടോ. അപ്പോഴാണ് അവിടേക്ക് ഇന്ദ്രൻ ബൈക്കുമായിട്ട് വരുന്നത്. അപ്പോൾ ഏട്ടൻ വരുന്നുണ്ട്, ഇനി ഏട്ടനോട് കൂടി പറഞ്ഞിട്ടേണ് ഞാൻ വരുന്നുള്ളൂ, എനിക്ക് പറയാനുള്ളത് ഏട്ടനോട് പറയണം എന്ന് പറയുമ്പോൾ സുശീല പറയണ, വെറുതെ നീ ഇന്ദ്രനോട് സംസാരിക്കാൻ നിൽക്കണ്ട, അവൻ അല്ലെങ്കിലേ ചൂടിലായിരിക്കും. ഇനിയിപ്പോൾ നീ കൂടി സംസാരിച്ച് ഇവിടെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട, അവനോടിപ്പോൾ നീ എന്തെങ്കിലും സംസാരിച്ചാൽ ഇവിടെ അടി നടക്കും എന്ന് സുശീല പറയുമ്പോൾ പ്രതിഭ പറയണ, വെറുതെ സംസാരിക്കേണ്ട സത്യേട്ടാ, നിങ്ങൾക്ക് എന്തിനാ ഇപ്പം തന്നെ സംസാരിക്കണമെന്ന് ഇത്ര വാശി, നിങ്ങൾക്ക് എന്താ പകൽ ഇത് സംസാരിച്ചൂടെ, എനിക്ക് ഈ അടിയൊന്നും കാണാനൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന സമയത്ത് സത്യം പറയാണ്, എൻ്റെ ഭാര്യ എന്നെ വിശ്വസിച്ചാണ് ഈ വീട്ടിലേക്ക് വന്നത്, അതുകൊണ്ട് നീ പറയുന്നത് കൊണ്ട് മാത്രമാണ് ഒന്നും ചോദിക്കാത്തത് എന്നും പറഞ്ഞ് പ്രതിഭയും കൂട്ടി സത്യനകത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രൻ അകത്തേക്ക് വരികയാണ്. അപ്പോൾ ഇന്ദ്രൻ പറയാണ്, അമ്മേ അവൻ എല്ലാ കാര്യവും അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അവനെ അറിഞ്ഞു, വിജയനല്ലേ ആള്, ഇനിയിപ്പോൾ അറിയാൻ ബാക്കി ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ദ്രൻ ചോദിക്കുകയാണ്, അല്ല അവരാ വീട് വാങ്ങുന്നു എന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ അമ്മേ? എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഹർഷയും പറയുന്നത് അതൊരു നാടകമാണെന്നാ. നീ എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അന്വേഷിക്കുക, ആ വിജയനെ തന്നെ നാളെ പോയി കാണുക, അവൻ ഇനി ചോദിച്ച എല്ലാ സത്യവും അവൻ പറഞ്ഞു തരും. അല്ല അമ്മ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല, നീ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, വായോ നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയണേ, വേണ്ട അമ്മ എനിക്ക് എന്താ വിശപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇന്ദ്രൻ കിടക്കാൻ പോവുകയാണ് കേട്ടോ. പിന്നെ സുശീലയും സമാധാനമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഈ സമയം എല്ലാ സത്യവും മനസ്സിലാക്കിയ രവി ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഹർഷ വരികയാണ്. എന്താ രവിയേട്ടാ കിടക്കാറായില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എന്താ ഹർഷേ പതിവില്ലാതെയാണല്ലോ നീ എന്നോട് വന്ന് ചോദിക്കുന്നത്, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നീ എന്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാറില്ലല്ലോ? ഓ തിരിച്ചു അങ്ങനെ തന്നെയാണല്ലോ, എന്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാറില്ല, എന്നെ ശത്രുവായി കാണുന്നവരെ കുറിച്ച് ഞാൻ എന്തിനു അന്വേഷിക്കണം? അത് നീ പറഞ്ഞത് ശരിയാണ്, ശത്രുവിനെ ശത്രുവായും മിത്രത്തെ മിത്രമായും കാണാൻ ശ്രമിക്കണം. അല്ല ഹർഷേ നിന്റെ ശത്രുവല്ലേ ഞാൻ, പിന്നെ എന്തിനാണ് നീ എന്നോട് മിണ്ടാൻ വന്നത്? അല്ല നിങ്ങൾ നല്ലതുപോലെ ഭക്ഷണം ഒന്നും കഴിച്ചില്ല, എന്തോ വലിയ ആലോചനയിലായിരുന്നു, അതുകൊണ്ട് ചോദിക്കാൻ വന്നതാ. ഞാൻ ഓരോ ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചതാണ്. പലരും ജീവിതം തുടങ്ങുന്നത് ആയുഷ്കാലം മുഴുവനും ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ്, പക്ഷേ ചിലരുടെ ജീവിതം വളരെ പെട്ടെന്നാണ് ഇല്ലാതാകുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ ഹർഷ പറയണ, അതിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും വിശ്വാസവും ഇല്ലാത്തവരുടെ ജീവിതമാണ് ഇങ്ങനെ തകർന്നു പോകുന്നത്. അപ്പോൾ രവി പറയണ, സ്നേഹത്തോടെ ജീവിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരുമ്പോഴാണ് അവരുടെ ജീവിതം ഇല്ലാതാകുന്നത്. അത് അങ്ങനെയല്ല എന്നുള്ളത് ഹർഷയ്ക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഹർഷ ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ. എന്നിട്ട് രവി പറയണേ, ഭാര്യയുടെയും ഭർത്താവിന്റെയും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് അവർ തന്നെ പരിഹരിക്കണം, അപ്പോൾ മാത്രമാണ് അവരുടെ ബന്ധത്തിൽ ഒരു കെട്ടുറപ്പ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഹർഷ പറയണേ, ചില സൗഹൃദങ്ങളെ അകറ്റി നിർത്താൻ കഴിയില്ല, അപ്പോൾ അവരുടെ ബന്ധത്തെക്കുറിച്ച് സംശയത്തോടെ കൂടി കാണുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. വീട്ടിനിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതാണ് എന്ന് ഹർഷ പറയുമ്പോൾ രവി പറയണേ, ഞാനിപ്പോ നമ്മുടെ ജീവിതത്തെ കുറിച്ചൊന്നുമല്ല ആലോചിച്ചത്, അതിങ്ങനെ ഉന്തിയും തള്ളിയും കൊണ്ടങ്ങ് മുന്നോട്ട് പോവും എന്ന് പറയുമ്പോൾ ഹർഷ പറയാണ്, അപ്പൊ നിങ്ങൾ ആരെ കുറിച്ചാണ് ഈ ആലോചിക്കുന്നത്? കുറച്ച് ദിവസമായല്ലോ നിങ്ങൾക്ക് ഇത് തോന്നി തുടങ്ങിയിട്ട്, ആരെ കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെ ഓർത്ത് ആദ്യ പിടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ രവി പറയാണ്, അത് ഇന്ദ്രനും അനുപമയും കൂടി ഒരുമിച്ച് താമസിക്കുന്നത് സുശീല ആന്റിക്ക് ഇഷ്ടമില്ല എന്നുള്ളത് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. അവരുടെ കുത്തിത്തിരിപ്പിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രനും അനുപമയും വാടക വീട്ടിലേക്ക് മാറിയത് തന്നെ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഹർഷക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇഷ്ടക്കുറവ് വരുന്നുണ്ട്. വളഞ്ഞു തിരിഞ്ഞു വരുന്നത് എങ്ങോട്ടാണെന്നുള്ളത് മനസ്സിലാകുന്നുണ്ട് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഹർഷ നിൽക്കുന്നത്. പക്ഷേ അവിടെ വെച്ചും അവർ അടിച്ചു പിരിഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്, ശരിയാണോ ഹർഷേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഞാനും കേട്ടു. അല്ല നിങ്ങളോട് ഇപ്പോൾ ഇത് ആരാ പറഞ്ഞത്? അനുപമ വിളിച്ചു പറഞ്ഞതാണോ? അല്ല നിങ്ങളിപ്പോൾ കുറച്ചു കാലമായിട്ട് അനുപമയെ വിളിക്കാറും കാണാറും ഒക്കെ ഉണ്ടല്ലോ എന്ന് പരിഹാസത്തോടു കൂടി ചോദിക്കുകയാണ്. എന്നോട് അനുപമയാണ് പറഞ്ഞതെങ്കിൽ അതിന്റെ സത്യാവസ്ഥ നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അനുപമയെയും കൂട്ടി ഇന്ദ്രൻ വാടക വീട്ടിലേക്ക് താമസം തുടങ്ങിയ സമയത്ത് അനുപമയ്ക്ക് അവനിൽ നല്ല പ്രതീക്ഷയായിരുന്നു. പക്ഷെ അവരിങ്ങനെ പിരിയാൻ കാരണം അത് അവരുടെ കുരുട്ടു ബുദ്ധി തന്നെയാണ്. സുശീല ആന്റി എന്തോ ഒരു കുതന്ത്രം ഒപ്പിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇവരുടെ ജീവിതം ഇങ്ങനെ തകർന്നിട്ടുള്ളത്. ഇക്കാര്യത്തിൽ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ഹർഷേ എന്ന് ചോദിച്ചപ്പോൾ ഹർഷ പെട്ടെന്നങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഒന്നും സംസാരിക്കാതെ അപ്പുറത്ത് മാറിയിരിക്കുകയാണ്. അപ്പോൾ രവി പറയാണ്, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് ഹർഷേ നിന്നോട് ഞാൻ ഒരു കാര്യം പറയും, അത് മഹാപാപമാണ്. പാപം അനുഭവിക്കാൻ പോകുന്നത് നീ മാത്രമല്ല,
നിന്റെ കുഞ്ഞു കൂടി ആയിരിക്കും എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഹർഷ അങ്ങ് എണീക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, നിങ്ങൾ ആ അനുപമയ്ക്ക് വേണ്ടി എന്നെയും എൻ്റെ കുഞ്ഞിനെയും ശപിക്കുകയാണോ? അതിന് ഞാൻ എന്തിനാ നിന്നെ ഹർഷ ശപിക്കുന്നത്? അതിപ്പോ അനുപമയും നിന്നെ ശപിച്ചോളണം എന്നൊന്നുമില്ല. പക്ഷെ ദൈവശാപം എന്നുള്ളൊരു കാര്യമുണ്ട് ഹർഷ, അത് നിന്റെ കുഞ്ഞിന്റെ തലയിൽ കൂടി കെട്ടിവെക്കരുത് എന്നും പറഞ്ഞ് ഹർഷയുടെ മനസ്സ് ഒന്ന് വേദനിപ്പിക്കുന്ന രീതിയിലാണ് കേട്ടോ രവി പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ ഹർഷ ഒന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് വയറൊന്ന് തടവുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പേടിയോടുകൂടി നിൽക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ഇന്ദ്രൻ ഭാനുമ്മയെ കാണാൻ വേണ്ടി അമ്പലത്തിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ഭാനുമ്മയെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഭാനുമ്മ തൊഴുത് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രൻ ഭാനുമ്മയെ എന്ന് പറഞ്ഞ് വിളിക്കുക. എന്താ ഇന്ദ്ര, നീ എന്താ തൊഴാൻ വേണ്ടി വന്നതാണോ? അല്ല, ഞാൻ ഭാനുമ്മയെ കണ്ടപ്പോൾ കാത്തു നിന്നതാണ്. എന്താ ഇന്ദ്ര, എന്താ നിനക്കും എൻ്റെ അമ്മയ്ക്കും എന്നെ ദേഷ്യമാണെന്നുള്ളത് എനിക്കറിയാം. എന്നെ ചീത്ത പറയാൻ വേണ്ടി വന്നതാണോ? എങ്കിൽ തുടങ്ങിക്കോ, ഞാൻ കേട്ടോണ്ട് നിന്നോളാം. എന്താ ഭാനുമ്മ അങ്ങനെ പറയുന്നത്? എനിക്ക് ഭാനുമ്മയെ ചീത്ത പറയാനൊന്നും എനിക്ക് അറിയില്ല. ഭാനുമ്മ ഇപ്പൊ ശത്രുപക്ഷത്താണെങ്കിലും എനിക്ക് ഭാനുമ്മയെ വെറുക്കാനും കഴിയില്ല. ശത്രുക്കളെയൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇന്ദ്ര, അത് നീ മനസ്സിലാക്കണം. അതൊക്കെ വിട് ഭാനുമ്മേ. ഞാൻ വന്നത് അനുപമയുടെ പേരിൽ അച്ഛൻ ആ വീട് വാങ്ങുന്നു എന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ? അത് സത്യം തന്നെയാണ്. പക്ഷേ ഭാനുമ്മ എന്താ ഞങ്ങളോട് ഇക്കാര്യം പറയാഞ്ഞത്? ഭാനുമ്മ ഇപ്പോൾ അത് ആദ്യമേ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. എങ്കിൽ എനിക്കും അമ്മയ്ക്കും അവിടെ വന്ന് നാണം കെടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. അനുപമയുടെ മുന്നിൽ ഞങ്ങൾ രണ്ടുപേരും നാണം കെട്ട് നിൽക്കുകയല്ലേ ചെയ്തത്. ഇതിലൊക്കെ എന്ത് നാണക്കേടാണ് ഇന്ദ്ര ഉള്ളത്? പിന്നെ ഞങ്ങൾ ആരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാനും അനുപമയും ഇതൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. അവിടെ വന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് തന്നെ. അപ്പോൾ ഇന്ദ്രൻ പറയണേ, ഞാൻ അച്ഛനെ ഇങ്ങനെയൊന്നുമല്ല കരുതിയത്. അച്ഛൻ മകളെ പറഞ്ഞു മനസ്സിലാക്കി എൻ്റെ കൂടെ പറഞ്ഞയക്കുമെന്നായിരുന്നു എൻ്റെ മനസ്സിൽ. എന്താ മാഷ് മാറിപ്പോയി എന്നല്ലേ നീ ഉദ്ദേശിച്ചത് ഇന്ദ്ര? പക്ഷേ ഒരു മനുഷ്യന് ഭൂമിയോളം താഴാനല്ലേ പറ്റൂ. ഇനി പാതാളത്തിലേക്കൊന്നും പോവാൻ കഴിയില്ലല്ലോ. ഭാനുമ്മ പറയണേ, നിന്റെ വാക്കും കേട്ട് മാഷ് നിന്റെ അമ്മയെ കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ഇന്ദ്രൻ അങ്ങ് ഞെട്ടുകയാണ് കേട്ടോ. എന്ത്, ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ, അപ്പോൾ അറിയണമെങ്കിൽ നിന്റെ അമ്മ പറഞ്ഞാലല്ലേ നീ അറിയുകയുള്ളൂ. അങ്ങനെ നീ അറിയാത്ത പല കാര്യങ്ങളുമുണ്ട് ഇന്ദ്ര. നീ ചില സത്യങ്ങളൊന്നും അറിയാതെയാണ് ഓരോ തീരുമാനമെടുക്കുന്നത്. പക്ഷേ നീ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം ഇന്ദ്ര എന്ന് പറയുമ്പോൾ ഇന്ദ്രന് കാര്യം മനസ്സിലാവുകയാണ്. ഭാനുമ്മ പറഞ്ഞു വരുന്നത് അനുപമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഭാനുമ്മ സംസാരിക്കുന്നത്. എല്ലാവർക്കും ഇന്ദ്രൻ തോറ്റു കാണാനാണ് ഇഷ്ടം. അനുപമ ജയിച്ചും കാണണം. എല്ലാവരുടെയും ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്നും പറഞ്ഞ് ഇന്ദ്രൻ അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഭാനുമ്മ ഇവൻ എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത് എന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണ്. പിന്നീട് ദാസാറിൻ്റെ വീട്ടിൽ ദാസാറും രഘുവും വിനയനും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ചീരുവിനെ കുറിച്ചൊക്കെയാണ് കേട്ടോ വിനയൻ പറയുന്നത്. ഇപ്പോൾ അനുപമയുടെ വീട്ടിലേക്ക് ചീരു ഓട്ടോയിലാണ് പോയത് എന്നൊക്കെ പറയുമ്പോൾ വിനയന് ഒരു ടെൻഷൻ വരുന്നുണ്ട്. അങ്ങനെ വിനയന് ചീരുവിനോടുള്ള കരുതലും സ്നേഹവും ദാസാറും രഘുവും മനസ്സിലാക്കാൻ കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഇനി ചീരു പഞ്ചരത്നത്തിലേക്ക് പോവുകയാണ് കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ട് എന്ന് പറയട്ടോ രഘുവും ദാസാറും കൂടി. അപ്പോൾ വിനയൻ പറയുന്നത്, എന്തിനാണ് ചീരു ഇപ്പോൾ അവിടേക്ക് പോകാൻ നിൽക്കുന്നത്? കുഞ്ഞുങ്ങളെ എവിടേക്ക് കൊണ്ടുവന്നാൽ പോരെ? ഇവിടെയാകുമ്പോൾ അനുവിനെ കാണാൻ പോയതുപോലെയല്ലല്ലോ. പഞ്ചരത്നത്തിലേക്കാവുമ്പോൾ കുറച്ച് ദൂരവുമുണ്ട്. പിന്നെ വഴിയാണെങ്കിൽ അത്രയ്ക്ക് സുഖവുമില്ല. ഇവിടെ ആവുമ്പോൾ നല്ല റോഡുമാണ്. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ വിനയൻ അങ്ങനെ കരുതലോട് കൂടി ചീരുവിനെ കുറിച്ച് പറയുമ്പോൾ ദാസാർ പറയാണ്, നിന്റെ ഈ കരുതലും സ്നേഹവും ഒക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞ് ചിരിക്കാണ്ടോ. എന്താ നിങ്ങൾ ഇത്ര ചിരിക്കാനുള്ളത്? ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ? ദാസാർ പറയണേ, ചീരു എന്നോട് പോകുമ്പോൾ പറഞ്ഞതാണ് വിനയേട്ടൻ ഞാൻ ഓട്ടോയിലാണ് പോയത് എന്നുള്ളതൊന്നും അറിയിക്കേണ്ട എന്നുള്ളത്. അപ്പോൾ വിനയൻ പറയണേ, അപ്പോൾ ചീരുവിന് എന്നെ കുറിച്ചും ചിന്തയൊക്കെ ഉണ്ടല്ലേ എന്ന് പറയട്ടോ. അങ്ങനെ അവർ സംസാരിക്കുമ്പോഴാണ് ശബരിയുടെ കോള് വരുന്നത് വിനയൻ്റെ ഫോണിലേക്ക്. എന്നിട്ട് ദയക്ക് ജാമ്യം കിട്ടി എന്നുള്ള കാര്യം പറയട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് അവർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുകയാണ്. എന്നിട്ട് മാഷിനെ വിളിച്ച് ഈ സന്തോഷ വാർത്ത രഘു പറയുകയാണ് കേട്ടോ ഫോണിലൂടെ. ഈ സമയം സുശീലയുടെ അടുത്തേക്ക് പ്രതിഭ വരികയാണ്. എന്നിട്ട് പ്രതിഭ മരുന്നൊക്കെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് സോനയുടെ കാര്യം പറയുകയാണ്. ശ്യാമിൻ്റെ അച്ഛനെ നാളെയാണ് ഡിസ്ചാർജ് ആക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ സുശീല പറയാണ്, അല്ല ഇനിയിപ്പോൾ ഡിസ്ചാർജ് ആക്കി കഴിഞ്ഞാൽ ആ കിളവനെ ഇവിടെ കാണാവോ ഇനി അവർ രണ്ടുപേരും കൂടി കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പ്രതിഭയ്ക്ക് അത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ പ്രതിഭ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുമ്പോൾ സുശീല മനസ്സിൽ ചിന്തിക്കാൻ, അവൾക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, അതാണ് ആ പോക്കിൻ്റെ ഉദ്ദേശം എന്ന് പറയാം കേട്ടോ മനസ്സിൽ. അപ്പോഴാണ് അവിടേക്ക് മുരുകൻ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ മുരുകനെ കാണുമ്പോൾ സുശീലയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല, ഇതിപ്പോൾ ആരാണാവോ ഒരു പുതിയ അവതാരം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ സുശീലയുടെ അടുത്തേക്ക് മുരുകൻ വന്നിട്ട് പറയാണ്, അല്ല നിങ്ങളുടെ കുഞ്ഞമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിന് നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ കുഞ്ഞമ്മയുടെ ചെറുമകനാണ് ഞാൻ, അവരെവിടെ? സുശീല പറയാണ്, ആ മുരുക നിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല, നിന്നെ നല്ല ചെറുപ്പത്തിൽ കണ്ടതാണ്, ഇപ്പോൾ നീ വളർന്നു വലുതായല്ലോ എന്ന് പറയുമ്പോൾ മുരുകൻ പറയാണ്, അതെന്താ നിങ്ങളുടെ മക്കളൊന്നും വലുതായില്ലേ, ഇപ്പോഴും മുട്ടിലിഴയുകയാണോ എന്ന് ചോദിച്ചു. ശീല നാണം കെട്ട പോലെ തല താഴ്ത്തി നിൽക്കുകയാണ്. എന്നിട്ട് മുരുകൻ പറയാണ്, നിങ്ങൾ ആ തള്ളയെ ഇങ്ങോട്ട് വിളിക്കുക, എന്നെ കാണാൻ
കാണാതെ ഇപ്പോൾ അവിടെയും ഇവിടെയുമായി ഒളിച്ചു നടക്കുകയാണ്. അവരോട് ഞാൻ 2 ലക്ഷം രൂപ ചോദിച്ചതാണ്. അവരത് തരാൻ വേണ്ടി മടിച്ചിട്ടാണ് അവിടേക്കും ഇവിടേക്കൊക്കെ പോകുന്നത്. ഇപ്പോൾ എന്നും പോകുന്ന സ്ഥലത്തൊന്നുമല്ല ഇപ്പോൾ അവരവിടേക്ക് മുങ്ങിയിട്ട് പോയിട്ടുള്ളത്. ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ സുധനങ്ങളുടെ വീട്ടിലുണ്ടാവും. അവരെ ഇങ്ങ് വിളിക്കുക എന്ന് പറയാണ്. അപ്പോൾ സുശീല പറയാണ്, അതിന് കുഞ്ഞമ്മ ഇവിടെ ഒന്നുമില്ല. പിന്നെ കുഞ്ഞമ്മയെ നീ ഇങ്ങനെ കുറ്റപ്പെടുത്തുകയൊന്നും വേണ്ട. അവർക്ക് എവിടുന്നാ നീ ചോദിച്ച 2 ലക്ഷം രൂപ തരാനുള്ളത്? അവർ ഒരു ചെറിയ ചിട്ടിയുമായിട്ടല്ലേ മുന്നോട്ട് പോകുന്നത്. അവർക്ക് ഒരുപാട് സ്വത്തുണ്ട്. അവർക്ക് അങ്ങനെ സ്വത്തിനോടൊക്കെ ആർത്തി പിടിച്ച് നടക്കുന്ന ഒരു പിശുക്കത്തിയാണ്. പക്ഷെ അവരെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. അവരെ കൊന്നിട്ടാണെങ്കിലും ഞാൻ എനിക്ക് കിട്ടേണ്ട 2 ലക്ഷം രൂപ വാങ്ങിച്ചിരിക്കുമെന്ന് പറയട്ടെ. അപ്പോൾ സുശീല പറയാണ്, നീ അവിവേകമൊന്നും ചെയ്യേണ്ട. നീ ഇപ്പോൾ തൽക്കാലം സുധന്റെ വീട്ടിലൊന്ന് അന്വേഷിച്ചു നോക്ക്. കുഞ്ഞമ്മ ചിലപ്പോൾ അവിടെ ഉണ്ടാവും പറഞ്ഞ് മുരുകനെ അധികം പിണക്കാതെ സുശീല മയത്തിൽ നിർത്തി പറഞ്ഞയക്കാം കേട്ടോ. എന്നിട്ട് മുരുകൻ പോയി കഴിഞ്ഞ ശേഷം സുശീല മനസ്സിൽ ചിന്തിക്കാണ്, ഇവനെ കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരമുണ്ടാവും. അതുകൊണ്ട് കൂടുതലൊന്നും പിണക്കണ്ട. ഇവനെ ചേർത്ത് പിടിക്കണം. എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഇവനെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഇല്ലാതിരിക്കില്ല എന്നൊക്കെ മുരുകനെ കുറിച്ച് സുശീല മനസ്സിൽ ഓരോന്ന് കണക്ക് കൂട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ ഇന്ദ്രൻ സുശീലയോട് പറയുകയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ മാഷ് വന്ന് ചോദിച്ച കാര്യങ്ങളും എല്ലാം തന്നെ സുശീല ഇന്ദ്രനോട് പറയാട്ടോ. അപ്പോൾ ഇന്ദ്രൻ അത് കേൾക്കുന്ന സമയത്ത് സുശീലയോട് പറയാണ്, അനുപമ ഇങ്ങോട്ട് കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും തിരിച്ചു വാങ്ങിക്കുക എന്നതാണ് അച്ഛൻ്റെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനും കഴിയില്ല. ഇനി അദ്ദേഹത്തിന് ഏതു മാർഗവും സ്വീകരിക്കാം. നമ്മളുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു. നമ്മൾ കുറച്ചുകൂടി കരുതലോടെ നീങ്ങേണ്ടതായിരുന്നു അമ്മേ. ഇത് വലിയ ഒരു എടുത്തുചാട്ടമാണ് നമ്മൾ ചെയ്തത് എന്ന് പറഞ്ഞ് സുശീലയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് കേട്ടോ ഇന്ദ്രൻ സംസാരിക്കുന്നത്. എന്നിട്ട് ഇന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ സുശീല അങ്ങ് പതറുകയാണ്. ഇന്ദ്രൻ തിരിഞ്ഞു തുടങ്ങുന്നുണ്ടോ? ഇന്ദ്രൻ എൻ്റെ ഭാഗത്ത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഹർഷയെ എന്തിനാണ് അടിച്ചത് എന്നുള്ളതും എന്തിനാണ് അനുപമ എനിക്ക് അടി കിട്ടിയത് എന്നൊക്കെ ഇന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ഇന്ദ്രൻ എൻ്റെ ഭാഗത്ത് നിൽക്കുന്നത് ഇല്ലാതാവും എന്നുള്ള പേടി സുശീലയുടെ മനസ്സിലേക്ക് വരികയാണ്. പിന്നീട് രാഹുലിനെ കുറിച്ച് ഇന്ദുവിനോട് ആശ്വാസവാക്കുകളോടെ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന സച്ചിക്കും സാവിത്രിക്കും ഒരു സംശയം വരികയാണ്. അപ്പോൾ സാവിത്രി സച്ചിയോട് പറയുകയാണ്, ഗോകുൽ നമ്മളിൽ നിന്നും എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അതാണ് അവൻ ഇങ്ങനെ സംസാരിക്കുന്നത്. എന്താണ് ഗോകുൽ? എന്താന്ന് വെച്ചാൽ ഇനി തെളിച്ചു പറ എന്ന് സാവിത്രി ഒരു ടെൻഷനായിട്ടാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ഇന്ദുവിൻ്റെ കൈ അങ്ങ് പിടിച്ച് ഗോകുൽ സമാധാനത്തോടു കൂടി പറയുകയാണ്, എന്ത് തന്നെ വന്നാലും അതെല്ലാം നമ്മൾ ഫേസ് ചെയ്യണം ഇന്ദു. ഒന്നിനു കൊണ്ടും ഒരു വിഷമവും നിനക്ക് വരാൻ പാടില്ല. നിന്റെ കൂടെ ഞങ്ങളുണ്ടല്ലോ എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ ഇന്ദുവിന് കാര്യം മനസ്സിലാകുന്നുണ്ട്. രാഹുലിനെ കുറിച്ച് എന്തോ ഒന്ന് പറയാനാണ് ഗോകുലേട്ടൻ ഇങ്ങനെ വളഞ്ഞു പിടിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവണം. അപ്പോൾ ഇന്ദു പറയാണ്, രാഹുലേട്ടനെ കുറിച്ച് എന്ത് തന്നെ എന്നോട് ഗോകുലേട്ടൻ തുറന്നു പറഞ്ഞാലും ഞാൻ ടെൻഷൻ ആവാതെ തന്നെ കേട്ടോളാം. ഏട്ടന് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ എന്നോട് തുറന്നു പറഞ്ഞോ, ഞാൻ അത്ര പെട്ടെന്നൊന്നും ടെൻഷൻ ആവില്ല എന്ന് പറയാണ്. അങ്ങനെ ഗോകുൽ ഇന്ദുവിനോടും സച്ചിയോടും സാവിത്രിയോടും രാഹുലിനെ കുറിച്ചുള്ള കാര്യം പറയാൻ തുടങ്ങുകയാണ്.